മറ്റാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടനോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയണം. ഏട്ടാ എന്തു പറ്റി? വെള്ളം കുടിക്ക. ഓക്കെ ആയോ? അയ്യോ ഏട്ടാ, കുറച്ചുകൂടി വെള്ളം തരാം. ഇപ്പൊ ഓക്കെ ആയോ? വേറെ എന്തെങ്കിലും വേണോ? ഇല്ല, വേണ്ട. മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു ഏട്ടൻ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന്. ഇങ്ങനെ ഇടയ്ക്ക് പറ്റാറുണ്ടോ ഏട്ടാ? അതിങ്ങനെ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പറ്റിപ്പോകുന്നതാ. ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോ അത് മാത്രം ചിന്തിച്ചാ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഏട്ടൻ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഞാനിവിടെ അടുത്ത് വന്നിരിക്കാം. അപ്പൊ പിന്നെ പ്രശ്നം തീരുമല്ലോ. ഇതൊന്നും നിർത്തിയേ, കഴിക്ക്. മതി. ഒന്നും പറ്റില്ല, കുറച്ചുകൂടി കഴിച്ചേ. ഞാൻ കുറച്ചുകൂടി കറി ഒഴിച്ചു തരാം. നീ എവിടെ പോയതാ രാവിലെ തന്നെ? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. ഇനിയിപ്പോ ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട ആള് തന്നെ അടുത്തെത്തിയല്ലോ. ഞാൻ എന്നാ അകത്തേക്ക് പോട്ടെ. ശരി മോളെ. You are lucky. എത്ര പെട്ടെന്നാ പ്രിയങ്ക നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും ശീലങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഇതിലും നല്ലൊരു കുട്ടി വരാനില്ലടാ. നിന്റെ സെലക്ഷനിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഏട്ടാ, ഇന്നലെ എന്താ നിനക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. മാണിക്യം കയ്യിൽ വെച്ചിട്ട് കരിങ്കൽ ചീളുകടി പോരുത്. അവൾ നമ്മുടെ വീടിന്റെ ഭാഗ്യ. ഞാൻ വേദനിക്കുന്നത് പോലെ ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല. അതുപോലെ അവളെ ഒരു വാക്കുകൊണ്ട് പോലും നീ വേദനിപ്പിക്കരുത്. വരുൺ, നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ. നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ പതുക്കെ പതുക്കെ ഞാൻ കയ്യിലെടുക്കും. നിനക്കൊരിക്കലും എന്നെ തള്ളിക്കളയാൻ പറ്റില്ല. ഹലോ ശരത്തെ, എങ്ങനെയുണ്ടായിരുന്നു മണവാട്ടി? മണവാളന്റെ വീട്ടിൽ ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? തൽക്കാലം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അതെന്നെ കൊണ്ട് സാധിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇന്നലെ വരുണിനോട് സംസാരിച്ചോ? സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞോ? ശരത്ത് എന്താ ഈ പറയുന്നേ? ഞങ്ങൾ തമ്മിൽ ഇതുവരെ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. ദേ ഒരു കാര്യം ഞാൻ പറയാം. ദാമ്പത്യത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ യഥാർത്ഥ പ്രണയം ഉണ്ടാവുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും ആ സമയത്ത് സാധിച്ചോണം. അല്ലെങ്കിൽ പിന്നെ കണിമംഗലത്തെ അടുക്കളക്കാരിയായിട്ട് നിനക്ക് ജീവിതം തള്ളി നീക്കേണ്ടി വരും. ഞാൻ എന്റെ ലക്ഷ്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഒന്ന് ഒതുങ്ങി നിന്നിട്ട് അവതരിപ്പിക്കേണ്ട സമയത്ത് ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞോളാം. ആ അത് മതി. പക്ഷെ ഒരുപാടങ്ങ് നീണ്ടുപോകരുത്. ഈ കല്യാണം കഴിക്കുന്ന കോന്തമാർക്കൊരു ശീലമുണ്ട്. ഭാര്യ എപ്പോഴും അടിമയായിരിക്കണമെന്ന്, അവരുടെ സ്വപ്നങ്ങളൊക്കെ തല്ലിക്കൊഴിക്കണമെന്ന്. ഞാൻ ആരുടെ അടിമയല്ല. എന്റെ സ്വപ്നങ്ങൾ തല്ലിക്കൊഴിക്കേയില്ല. ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടും എന്റെ ലക്ഷ്യങ്ങൾ തന്നെയാ പ്രധാനം. നീ ഫോൺ വെച്ചോ. ആരോടാ നീ സംസാരിച്ചത്? എന്താ നിന്റെ ലക്ഷ്യം? ഏട്ടത്തി വന്നിട്ട് കുറെ നേരമായോ? ആ കുറച്ചു നേരമായി. ഇതൊക്കെ എന്നാ തുടങ്ങിയത്? എന്ത്? ഈ ആളുകൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന ശീലം. നീ കിന്നരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു നിന്നൊന്നും അല്ല ഞാനീ ഈ വീട്ടിലല്ലേ നിന്നത്. അതുകൊണ്ട് എന്താ? ഒരു ചെറിയ വീട്ടിൽ താമസിച്ചാലും ഓരോരുത്തർക്കും അവരവരുടെ സ്വകാര്യതയില്ലേ? അതൊക്കെ ഒരു മര്യാദയല്ലേ ഏട്ടത്തി? നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ഇന്നലെ ഇങ്ങോട്ട് പേര് വന്നതല്ലേ ഉള്ളൂ. അല്ല, മര്യാദയെക്കുറിച്ച് പറയാൻ എത്ര പഴക്കം വേണം? എനിക്കറിയാത്തോണ്ട് ചോദിക്കാം. കൂടുതൽ മിടിക്കാവാൻ നോക്കരുത്. പിന്നെ അമ്മയും മുത്തശ്ശി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ മാത്രം വെച്ചേക്കണം. അല്ലാതെ കൽപ്പനയെ എതിർത്ത് കളയാന്ന് തീരുമാനം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. നീ പറഞ്ഞ ലക്ഷ്യമുണ്ടല്ലോ, ഫോണിൽ പറഞ്ഞ ലക്ഷ്യം, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം. ഏട്ടത്തിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര എളുപ്പമാ. ഇതിനേക്കാളും ഭേദമല്ലേ ഏട്ടത്തി ഏട്ടന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നതും പരിചരിക്കുന്നതും? എന്നിട്ട് പോരെ എന്റെ ലക്ഷ്യങ്ങളുടെ പുറകെ നടക്കാൻ. പ്രിയങ്ക മോളെ, ദാ വരുന്നമ്മേ. ആദ്യം അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കട്ടെ. നമ്മളെ ഏട്ടത്തിക്ക് അനിയത്തിക്ക് സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ. വരട്ടെ ഏട്ടത്തി. വരും. എന്താ ഇതെന്തു പറ്റി? എന്റെ ഭർത്താവിനെ ഒന്ന് തൊട്ടു വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എനിക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാ. അതിനെ ആവർത്തിക്കാൻ നിൽക്കണ്ട. ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമുണ്ട്. പക്ഷെ ഭർത്താവ് ആ സ്നേഹം കാണിക്കുന്നതാണല്ലോ ഒരു പെണ്ണിന് പ്രധാനം. അച്ഛനും അമ്മ എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ കണ്ടു ശീലിച്ചതും ഭർത്താവിനെ ദൈവമായിട്ട് കാണുന്ന രീതിയാണ്. നീ എന്നെ ദൈവമായിട്ടൊന്നും കാണണ്ട. ഞാനൊരു പച്ചയായ മനുഷ്യനാ. എന്റെ മനസ്സിൽ പതിഞ്ഞൊന്നും എനിക്കങ്ങനെ വലിച്ചെറിയാൻ പറ്റില്ല. താൻ കരയെന്ന് കണ്ടാൽ എല്ലാവരും ഓടി വരും. പിന്നെ ഇവിടെ അത് ബഹളമാവും. ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കണമെന്ന മുത്തശ്ശി എന്നോട് പറഞ്ഞത്. ഞാൻ മരിച്ച വരുണിന് സന്തോഷമാവും. വരുണിനറിയോ, പെട്ടിക്കടിയില്
പൊട്ടിക്കിടന്ന സ്വർണ്ണത്തരികൾ പോലും എടുത്ത് കിട്ടാവുന്നിടത്തുനിന്ന് മുഴുവൻ കടവും വാങ്ങി. അങ്ങനെ എന്റെ അച്ഛൻ വരുണിന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. അങ്ങനെയുള്ള അച്ഛന്റെ മുൻപിലേക്ക് എന്നെ ഭർത്താവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കയറി ചെല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനേക്കാൾ ഭേദം ഇവിടെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചോളാം. ഏയ്, പ്രിയങ്ക, അയ്യോ, അത് ശരിയല്ലല്ലോ. നവവധു വരുണിന്റെ വീട്ടില് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ അത് വരുണിനെ ബാധിക്കും, ഈ കുടുംബത്തെ ബാധിക്കും. ഇനിയിപ്പോ ഒരു മാർഗമേ ഉള്ളൂ. ഞാനിവിടെ ഒന്ന് പോണം, എന്റെ ജീവിതം ഇല്ലാതാക്കണം. അതാ വേണ്ടതെങ്കിൽ വരുൺ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനത് പാലിച്ചോളാം. വരുണിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞാൻ മരിച്ചോളാം. ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാം ചേച്ചിക്ക് എന്താണെന്ന്. എല്ലാരും കൂടെ ചേച്ചി പറ്റിച്ചില്ലേ? വരുണേടനോട് പറഞ്ഞേച്ചില്ല, അതല്ലേ? നന്ദോട്ടാ, ചേച്ചി മോനോട് പറഞ്ഞില്ല അക്കാര്യം ഇനി പറയാൻ പാടില്ലാന്ന്. ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. നടക്കാവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പോയാലോ? ചേച്ചി വരുന്നില്ല, മോൻ പോയിക്കോ. വാ ചേച്ചി, ഇത്ര അടുത്ത് ഷൂട്ടിംഗ് നടന്നിട്ട് കാണാതെങ്ങനെയാ? ഞാനാണെങ്കിൽ ഫിലിം സ്റ്റാറിനെ ഒന്നും അടുത്ത് കണ്ടിട്ടില്ല. ഞാനില്ലടാ, പറയുന്ന കേൾക്ക്. നീ കൂട്ടുകാരാരേലും കൂട്ടിപ്പോ. എനിക്ക് ആരുടെ കൂടെയും പോണ്ട, ചേച്ചി വന്നേ പറ്റൂ. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? എന്താ നന്ദൂട്ട? നടക്കാവിൽ സിനിമ ഷൂട്ടിംഗ് നടക്കും അമ്മേ, അത് കാണാൻ ചേച്ചിയെ വിളിച്ചിട്ട് വരുന്നില്ല. നിനക്ക് പൊയ്ക്കൂടെ മോളെ? വേറൊന്നും കൊണ്ടല്ല, നിന്റെ മനസ്സിന് ഇപ്പൊ ഒരു ആശ്വാസം വേണം. അമ്മ എത്ര ശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ട്. ഒന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിലെ വിഷമം ഇച്ചിരി കുറഞ്ഞാലും. അതെങ്ങനെ കുറയും അമ്മേ? മാറാണ്ട് പറ്റുമോ? പൊരുത്തപ്പെടാണ്ട് പറ്റുമോ? നീ അങ്ങ് റെഡിയായിട്ട് ഇവന്റെ കൂടെ ചെല്ലേ. നന്ദുട്ടാ, ചേച്ചിയെ നോക്കിക്കോണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ കൂടെ വരുമ്പോ ചേച്ചി സങ്കടപ്പെടുന്നില്ല. അമ്മേ, ഷൂട്ടിംഗ് കാണാൻ പോയ മുത്തശ്ശി അറിയോ? അത് പേടിക്കണ്ട, മുത്തശ്ശി അറിയാതെ ഞാൻ നോക്കിക്കോളാം. മോള് ചെല്ല്. ചെല്ലടി. വാടിക്കൊഴിഞ്ഞതുപോലെ നിന്നെ ഇങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാ. പോവാൻ ചേച്ചി. അവളുണ്ടല്ലോ ആ പ്രിയങ്ക, അവളിൽ എന്തോ കള്ളത്തരണ്ട്. വരുൺ അവൻ വെറുതെ പിച്ചുമ്പയും പറയുമല്ലോ. അവള് കുറച്ച് ഓവർ സ്മാർട്ടാ. ആരെയൊക്കെയാണ് വരുതിയിൽ നിർത്തേണ്ടത്, ആരെയൊക്കെയാണ് എതിർക്കേണ്ടതെന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം. അവൾ ആരെ ഒരാളെ ഫോണിൽ വിളിച്ച് ഇവിടെ നിൽക്കുന്നതിനൊരു ലക്ഷ്യമുണ്ടെന്ന് അവള് പറയുന്നത് ഞാൻ കേട്ടു. അതാരോടായിരിക്കും? വീട്ടിലാരോടെങ്കിലും ആണോ? ഏയ്, ആ വീട്ടിൽ അങ്ങനെ ചിന്തിക്കാൻ പ്രാണിയുള്ള ആരുമില്ല. അങ്ങനെയാണെങ്കിൽ അവള് സംസാരിച്ചത് പുറത്താരോടോ ആണ്. അതവളുടെ ബന്ധുവാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷനും ആവാം. കൽപ്പന എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് വേറെ വല്ല ബന്ധം ഉണ്ടെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല.
ഉണ്ടായാലും അതിശയിക്കാനൊന്നുമില്ല. ഈ കാലത്ത് അങ്ങനെ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ലേ? ഗതിയില്ലാത്ത കാമുകനും കാമുകയും കൂടി ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് സമ്പന്നനായ ഒരുത്തനെ കറക്കിയെടുത്ത് അവന്റെ പണം ഊറ്റിയെടുക്കുന്നതൊക്കെ പത്രങ്ങളിലും ടിവിയിലും ഒക്കെ കാണുന്നതല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കൂ. ഏയ് അതാവില്ല. അമ്മേ, ഒരു കാര്യം വ്യക്തമാണ്. ഈ വിവാഹത്തിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒരു മുറിയിൽ അവളുടെ കൂടെ ഉറങ്ങില്ല എന്ന് വരുൺ പറഞ്ഞതും ഇന്ന് രാവിലെ തന്നെ വരുൺ പുറത്തു പോയതും എല്ലാം കൂടി വായിക്കുമ്പോൾ അതാണ് വെളിവാകുന്നത്. കൽപ്പന വരുണിനോട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആവില്ലേ? എവിടുന്ന്? എന്നെ അവനെ കണ്ണിന് നേരെ കണ്ടൂടാ. പ്രിയങ്ക അവന് ഇഷ്ടമില്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാ. പക്ഷേ അത് ഞാനാണ് ചോദിക്കുന്നതെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവളെ ഇഷ്ടമാണെന്ന് അവൻ പറയുകയും ചെയ്യും. ചിലപ്പോ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. കൽപ്പനെ, എല്ലാവരുടെയും കണ്ണി പൊടിയിട്ടുകൊണ്ട് അധികകാലം ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ പതുക്കെ പതുക്കെ വെളിവാകും. അതുവരെ നമ്മൾ കാക്കണോന്ന് മാത്രം. വരുണിന് അവളോടുള്ള ഇഷ്ടക്കുറവിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയ അത് പിന്നെ നമ്മളൊന്ന് കൊഴുപ്പിച്ചു കൊടുത്താ മതി. അവൻ അവളെ അങ്ങ് ഒഴിവാക്കിക്കോളും. ഞാനൊന്ന് നോക്കട്ടെ. അവളെന്തായാലും കണിമംഗലത്ത് വാഴില്ല. കൽപ്പനയോട് അംഗം കുറിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ തോൽപ്പിച്ചല്ലേ പറ്റൂ. ശരി, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക. എല്ലാവരും കൂടി ഇങ്ങനെ മാറി മാറി നിന്നാലേ അത് പ്രശ്നമാവും. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? കണ്ട് മതിയാവണ്ടേ. പ്രിയങ്കയോടുള്ള ദേഷ്യം മുഴുവൻ കൽപ്പനയുടെ മുഖത്തുണ്ട്. ആ, ദേഷ്യം വരുമ്പോഴും കാണാൻ നല്ല രസമാ. മതി മതി. ആ, ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് അവസാനം ഒന്നും നടക്കാത്തതിനെക്കുറിച്ച് നിരാശപ്പെടരുത്. നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും യൗവനത്തിൻ്റെതാ. കുറച്ച് ദിവസം കഴിയുമ്പോൾ പാഴാക്കിയതിനെക്കുറിച്ച് കുറ്റബോധം തോന്നരുത്. ആരെങ്കിലും കാണും. സുവിൻ, എന്താ സാർ വേണ്ടത്? ജിയോ വന്നാല് നമുക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കാം. ജീവൻ സാർ എത്രയായി സാർ? ഒരു 2 മിനിറ്റ്. ഓക്കെ. എന്തായി മേഡത്തിന്റെ കാര്യം? എത്ര മണിക്കെത്തും? സാർ, അവരിന്നലെ ബാംഗ്ലൂരിൽ നിന്ന് നൈറ്റാണ് എത്തിയത്. ആ, എന്നാലും പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ, നന്ദു ഒന്ന് പതുക്കെ പോ. ഒന്ന് വാ ചേച്ചി. പതുക്കെ പോ. ആ സുവിൻ,
നാളത്തെ ഷൂട്ടിനുള്ള അമ്പലം ഓക്കെ അല്ലേ? സർ, നമ്മൾ പറഞ്ഞിരുന്ന അമ്പലം കിട്ടിയില്ല. അവിടെ കമ്മിറ്റിക്കാരുടെ എന്തോ ഇഷ്യൂ. ഇവിടെ തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. നമുക്ക് ബ്രേക്കിനൊന്ന് പോയി കണ്ടാലോ? ഓക്കെ, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടാലേ ഞാൻ പോയി ഷൂട്ട് ചെയ്യൂ. പിന്നെ നിർബന്ധങ്ങൾ പാടില്ല. ഓക്കെ സർ. ആ ചേച്ചി നോക്ക് ചേച്ചി, എന്തു ഭംഗി കാണാനായിട്ട്.